താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് വീണ്ടും നടത്തും. വ്യാഴാഴ്ച വൈകിട്ട് 3-ന് കാക്കനാട് ജില്ലാ ജയിലിലാണ് തിരിച്ചറിയൽ പരേഡ് നടക്കുക. CBIയുടെ ആവശ്യം പരിഗണിച്ച് എറണാകുളം CJM കോടതിയാണ് അനുമതി നൽകിയത്. വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, വിവരങ്ങളിലേക്ക്. അതിന് താനൂർ കസ്റ്റഡി കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് ആദ്യഘട്ടത്തിലുള്ള തിരിച്ചറിയൽ പരേഡ് നടത്തിയിരുന്നു. പ്രതികളെ പാർപ്പിച്ചിരിക്കുന്ന 4 പോലീസുകാരെയും പ്രതികളായ 4 പോലീസുകാരെയും പാർപ്പിച്ചിരിക്കുന്ന കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ചാണ് ഇവരുടെ തിരിച്ചറിയൽ പരേഡ് നടത്തിയത്. എന്നാൽ അന്ന് മുഴുവൻ സാക്ഷികൾക്കും ആ സമയത്ത് എത്താൻ കഴിഞ്ഞിരുന്നില്ല. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു തിരിച്ചറിയൽ പരേഡ് ഉണ്ടായിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമായിരുന്നു ആദ്യം അറസ്റ്റുകൾ രേഖപ്പെടുത്തിയത്. നേരത്തെ ക്രൈംബ്രാഞ്ച് അടക്കം ഈ കേസ് അന്വേഷിച്ചിരുന്നുവെങ്കിലും പോലീസുകാരിലേക്ക് അന്വേഷണം വിശദമായി എത്തുകയോ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ കസ്റ്റഡി കൊലപാതക കേസിൽ വിശദമായ CBI അന്വേഷണത്തിന് ശേഷമാണ് ഈ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയത്. മാത്രമല്ല, ഇതിൽ സാക്ഷികളുടെ മൊഴികൾ ഏറ്റവും പ്രധാനമാണ്. നിരവധി സാക്ഷികൾ നൽകിയ മൊഴികൾ, ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് താമിർ ജിഫ്രിയെ കസ്റ്റഡിയിൽ എടുത്ത ഘട്ടത്തിലും മർദ്ദിക്കുന്നത് കണ്ടതായുമെല്ലാമുള്ള പ്രധാനപ്പെട്ട നിരവധി മൊഴികളും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മൊഴി നൽകിയ ആളുകൾ, ഇവരെ നേരിട്ട് മർദ്ദിച്ച പോലീസുകാരെ കൃത്യമായി തന്നെ അവർക്കറിയാം. അവർ ഇവരെ തിരിച്ചറിയുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഈ സാക്ഷികൾക്ക് എല്ലാമായിട്ടാണ് ഒരിക്കൽ കൂടി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു തിരിച്ചറിയൽ പരേഡ് കൂടി നടത്തുന്നത്. ഇതിനായി മജിസ്ട്രേറ്റ് കോടതി, എറണാകുളം CJM കോടതി അനുമതി നൽകിയിട്ടുണ്ട്. CBIയുടെ ആവശ്യത്തെ തുടർന്നാണ് വീണ്ടും ഇത്തരത്തിൽ തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത്. കാരണം മുഴുവൻ സാക്ഷികളെയും തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട് എന്നും അത് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമാണ് എന്നും അന്വേഷണ സംഘം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തിരിച്ചറിയൽ പരേഡ് വീണ്ടും നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതിയും അനുമതി നൽകിയിരിക്കുന്നത്. അതിര ശരി.